പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്രയോ കുടുംബ ബന്ധങ്ങൾ പരസ്പരം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ചികിത്സ തേടാതെ നേടാതെ ബന്ധങ്ങൾ വേർപിരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ട്. പ്രധാനമായിട്ടും 4 അവസ്ഥകളാണ് മനുഷ്യ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഒന്ന്, ഉദ്ധാരണശേഷി കുറവ് അല്ലെങ്കിൽ ഉദ്ധാരണം ഉണ്ടാകുന്നില്ല പുരുഷന്മാരിൽ. എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നാണ് പറയുക. പിന്നൊന്ന്, താല്പര്യമില്ല, ലൈംഗികമായിട്ടുള്ള വിഷയങ്ങളിൽ താല്പര്യമില്ല, അല്ലെ ഫ്രിജിഡിറ്റി, സ്ത്രീകളിൽ മരവിപ്പ്, ലോ എനർജി, ലോ വൈറ്റാലിറ്റി, ഇഷ്ടം ഇല്ലായ്മ. പിന്നൊന്ന്, രതിമൂർച്ചയിൽ എത്താൻ പ്രയാസം, അസംതൃപ്തമായിട്ടുള്ള രതിമൂർച്ച, ഓർഗസം. മറ്റൊന്ന്, പെയിൻഫുൾ സെക്ഷൽ എക്സ്പീരിയൻസ്, വേദനയോട് കൂടിയുള്ള ലൈംഗിക വീഴ്ച. ഇതെല്ലാം ഓരോരുത്തരുടെയും സ്വകാര്യതയാണ്. ചിലപ്പോൾ ചിലരിലെ രോഗാവസ്ഥകൾ, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ഹൈപ്പർ ടെൻഷൻ, ചില ഔഷധങ്ങൾ, കൂടാതെ പിരിമുറുക്കം, ഉത്കണ്ഠ, ആകുലത, പെർഫോമൻസ് ആൻസൈറ്റി, ഒരു സ്ത്രീയെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഒരു പുരുഷനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്നുള്ള സെക്ഷൽ ഫിയേഴ്സ്, ഉത്കണ്ഠകൾ, അമിതമായിട്ടുള്ള സ്വയംഭോഗം, അല്ലെങ്കിൽ പ്രേമ നൈരാശ്യം അവിടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത്, ചെറുപ്രായം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ള ചില ആഘാതങ്ങൾ, മാനസിക, ശാരീരിക, അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും ചൂഷണത്തിന് വിധേയമായിട്ടുള്ളവ ഉള്ളിൽ അവരുടെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന അവസ്ഥ, ഒരു പുരുഷന്റെ ഗന്ധം അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഗന്ധം പരസ്പരം ഇഷ്ടപ്പെടാത്ത അവസ്ഥ, കുടുംബ വിഷയങ്ങൾ, സാമ്പത്തികം, അമ്മായിയമ്മ, അമ്മായിയപ്പൻ അല്ലെങ്കിൽ ഇവരുടെ ഇടപെടൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സ്വകാര്യ നിമിഷങ്ങളെ തകർക്കുന്നതായിട്ടുള്ള അവസ്ഥകളുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഡോക്ടറിൻ്റെ, സ്പെഷ്യലിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കുക തന്നെ വേണം. അതും കൂടാതെ ഇതിനൊക്കെ അപ്പുറം നമ്മുടെ മനസ്സ് വളരെ പ്രധാനമാണ്. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ലൈംഗികതയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ഒത്തിരി ബ്ലൂ ഫിലിംസ് കണ്ട് ഇങ്ങനെയാണ് ഒരു സ്ത്രീ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു പുരുഷൻ പെരുമാറുന്നത് എന്ന തെറ്റിദ്ധാരണ, തുടർന്നുണ്ടാകുന്ന ശീഘ്രസ്ഖലനം, പൊസിഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതിനാൽ ആരും ഇതിനകത്ത് എന്തൊക്കെയോ വിഷയങ്ങൾ ഉണ്ട് എന്നത്
സ്വയം തിരിച്ചറിയുന്നില്ല. എന്തായാലും സെക്ഷൽ ഡിസ്ഫങ്ഷൻസ്, മാരിറ്റൽ കോമ്പാറ്റബിലിറ്റി ശാസ്ത്രീയമായിട്ട് നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സിൽ മുഖത്തിലേൽ നിങ്ങൾക്ക് ഒരു ഔഷധവുമില്ല. വളരെ ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് അപ്പോയിൻമെൻറ്റ്സ് എടുത്ത് വേണമെങ്കിൽ എന്നെ കൺസൾട്ട് ചെയ്യാം. 9605743596 എന്ന എൻ്റെ നമ്പർ. ഞാൻ കൊല്ലം അയത്തിൽ മെഡിട്രീന ഹോസ്പിറ്റലിൽ സൈക്കോളജിസ്റ്റാണ്. തീർച്ചയായിട്ടും മനസ്സ് ഒരു പ്രധാന കാരണം തന്നെയാണ്. ശാരീരികം ഉണ്ട്, ഭക്ഷണം, പിന്നെ ജീവിതശൈലി രോഗങ്ങൾ, നമ്മുടെ ജീവിതചര്യ, മദ്യപാനം, പുകവലി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബ്ലഡ് വെസൽസിന് സുഗമമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഇത്തരം കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ സ്ത്രീകൾക്ക് ചിലപ്പോൾ മദ്യപിക്കുന്ന ഭർത്താവ് അല്ലെങ്കിൽ പുകവലിക്കുന്ന ചിലപ്പോൾ ആ സ്മെല്ല് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം, ആ ഗന്ധം ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ചിലരുടെ വിയർപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കരുത്. ഇത്തരം കാര്യങ്ങളിൽ ആരെയും കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ കളിയാക്കുകയോ ചെയ്യരുത്. അതിനാൽ തീർച്ചയായിട്ടും ശാസ്ത്രീയമായ സഹായം തേടേണ്ടതുണ്ട്. അതിനാൽ വരിക, നിങ്ങളുടെ രഹസ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രതിവിധികൾ ലഭിക്കും. വരിക.